ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് നമുക്ക് പറയാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മുത്തശ്ശിയും സച്ചിയും രേവതിയും അച്ഛനും ചന്ദ്രയും അതായത് അമ്മ ഒക്കെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തശ്ശി പറയുകയാണ്, നീ നോക്ക് എൻ്റെ മോള് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് അനുസരിക്കുന്നത്, ഞാൻ പറയും അതേപോലെ നിനക്ക് ഇതുവരെ ചെയ്യാൻ ആയിട്ടുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അപ്പോൾ അച്ഛമ്മ പറയാണ്, ഇതൊക്കെ നീ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അവളിപ്പോൾ നിനക്കാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നീ അവൾക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അവൾ നിനക്കാണ് പറഞ്ഞു തരുന്നത്. രേവതി, അച്ഛമ്മ നിനക്ക് നല്ല പെണ്ണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ അത് കിട്ടിയിട്ടുമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വയസ്സായിട്ടും ആ സർട്ടിഫിക്കറ്റ് ഇതുവരെ അച്ഛമ്മ കൊടുത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, എടാ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതല്ല, ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ചന്ദ്രയ്ക്ക് ഈ ജന്മം അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അച്ഛമ്മ പറയാണ്, രവി, ഞാൻ കല്യാണക്കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇത്രയും നേരത്തെ വന്നത്. എനിക്ക് വേറെയും ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. എനിക്കിവിടെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ, എന്താ അമ്മേ, അത് സച്ചിയുടെയും രേവതിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, എന്നിട്ടും നടത്തേണ്ട ചടങ്ങുകളൊന്നും നടത്തിയിട്ടുമില്ല അവർക്ക് വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചടങ്ങോ? എന്ത് ചടങ്ങിൻ്റെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നു അതിൻ്റെ ഇടയിൽ. അത് താലികെട്ടൽ ചടങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ സച്ചി അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പറയാണ്, അച്ഛമ്മേ, ഞാൻ കെട്ടിയ താലിയല്ലേ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്, ഇനി വീണ്ടും താലി കെട്ടണോ? വേണം, അതൊരു ചടങ്ങായിട്ട് തന്നെ നടത്തണം. ചന്ദ്ര പറയാണ് അപ്പോഴത്തേക്ക്, കല്യാണ സമയത്ത് മഞ്ഞ ചരടിൽ താലി കെട്ടിയിട്ട് പിന്നെ ഒരു സമയത്ത് അത് സ്വർണ്ണ ചരടിൽ കോർക്കുന്നത് കാണാം. അതായത് താലി പിരിച്ച് കോർക്കൽ ചരട് എന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നെ കെട്ടുന്നത്. ഇതിപ്പോൾ സ്വർണ്ണത്താലി തന്നെയാണ് വിവാഹ ദിവസം കെട്ടിയിട്ടുള്ളത്. വീണ്ടും എന്തിനാണാവോ പിന്നെയും ഒരു താലി കെട്ടൽ ചടങ്ങ്. രേവതിയുടെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം കെട്ടിയതാണോ? അല്ലല്ലോ. അത് നമ്മുടെ എല്ലാം നിർബന്ധം കാരണം മനസ്സില്ലാ മനസ്സോടെ ഇഷ്ടപ്പെടാതെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി. ഇഷ്ടത്തോടെയല്ല ഇവൾ കഴുത്ത് നീട്ടിക്കൊടുത്തതും. മാത്രമല്ല, ആ താലി പൂജിച്ചിട്ട് വാങ്ങിയത് സച്ചിക്ക് വേണ്ടിയല്ലല്ലോ, അത് ശ്രുതിക്ക് വേണ്ടിയായിരുന്നില്ലേ? കല്യാണം കഴിച്ചു എങ്കിലും രണ്ടുപേരും ഇതുവരെ നല്ല രീതിയിലല്ല ജീവിച്ചത്. പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടക്കുന്നതോടെ എല്ലാ തടസ്സങ്ങളും മാറും. രണ്ടുപേർക്കും പുതിയൊരു ജീവിതം ഉണ്ടാകും. അപ്പോൾ ചന്ദ്ര പറയാണ്, ആരാ ഇതൊക്കെ അമ്മയോട് പറഞ്ഞത്? അപ്പം അച്ഛമ്മ പറയാണ്, ആര് പറയണം? കാലാകാലങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഇതൊക്കെ. ഇത്തരം ചടങ്ങുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. നിനക്ക് എന്തറിയാൻ ചന്ദ്രയെ? അച്ഛമ്മ ചന്ദ്രയെ കളിയാക്കിയാണ്. അതായത് കാട്ടുകോയ്ക്ക് എന്ത് ശനിയും സംക്രാന്തിയും അല്ലേ രവി? പിന്നെ അല്ലാതെ. രവി, പ്രായമായ എൻ്റെ വിശ്വാസമാണ്, ഇതിനെ തള്ളിക്കളയരുത്. തള്ളിക്കളയാനോ? അമ്മ എന്ത് പറയുന്നോ അത് നടത്തും. എന്നാൽ പിന്നെ ഇതൊരു വലിയ കല്യാണമായിട്ട് നടത്തിക്കൂടെ? ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് വേണ്ടി വന്നാൽ അതും ചെയ്യും. അച്ഛമ്മ, വീടിനകത്ത് വെച്ച് ചെറിയൊരു ചടങ്ങായിട്ട് ചെയ്താൽ മതി. അടുത്ത ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ക്ഷണിക്കാം. അപ്പോൾ അച്ഛൻ പറയാണ്, ആയിക്കോട്ടെ. കല്യാണം പോലെ തന്നെ രണ്ടുപേരും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരസ്പരം മാലയിടുക. അതിനുശേഷം സച്ചി രേവതിയുടെ കഴുത്തിൽ പുതിയ താലി കെട്ടുക. രണ്ടുപേരും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണം. വന്നവർക്കൊക്കെ സദ്യ നൽകുകയും വേണം. അപ്പോൾ അച്ഛൻ പറയാണ്, ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു കല്യാണം തന്നെ. നടക്കട്ടെ. അച്ഛമ്മ പറയാണ്, ഇതാ ഈ ആഴ്ച തന്നെ നടത്തണം. ഞാൻ ജോത്സ്യനെ വിളിച്ച് സമയവും മുഹൂർത്തവും ഒക്കെ കണ്ടോളാം. അല്ല അമ്മേ, ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ? പോരാ, അതിന് മുമ്പേ ഇത് നടത്തണം. അന്നേ ദിവസം തന്നെ രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തവും നടത്തണം. സച്ചി, അച്ഛമ്മേ, എന്താടാ ഇതെന്താ TV സീരിയൽ പോലെ? ഇന്നൊരു എപ്പിസോഡ് കാണിച്ചാൽ നാളെ അതിൻ്റെ ബാക്കി കാണിക്കും. അതുപോലെ അച്ഛമ്മയുടെ വീട്ടിൽ കഴിഞ്ഞതിൻ്റെ തുടർച്ച ഇവിടെ. എന്തിനാ അച്ഛമ്മേ? എടാ, അന്ന് അവിടെ വെച്ച് നടന്ന
അന്നത്തെ പ്രശ്നത്തിൽ നീ എന്നോട് പോലും പറയാതെ ഇവിടേക്ക് വന്നു. അതിനൊരു കാരണം ഉണ്ടാവാം. അത് വിട്ടേക്ക്. ഇതിന് ഒരു കാരണവും ഇല്ല. ഞാൻ ജ്യോത്സ്യനെ കണ്ട് കുറിക്കുന്ന തീയതിയിൽ തന്നെ ഈ 2 കാര്യവും നടത്തും. അമ്മേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം റോഡിൽ പോകുന്നവരുടെ വരെ വിളിച്ച് ചടങ്ങ് നടത്താനാണോ ഞാൻ പറയുന്നത്? അതായത് നിൻ്റെ മകനും മരുമകൾക്കും വേണ്ടിയല്ലേ ചടങ്ങ് നടത്തുന്നത്? നീ എന്തിനാ തടസ്സം പറയുന്നേ? അല്ല, ഞാൻ പറയുന്നത് അമ്മ ഒന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ വന്നത്. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. രേവതിയെ അടുത്തോട്ട് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, രേവതി ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ, അല്ലാതെ രാശിയില്ലാത്തവളല്ല. അത് കേട്ടപ്പോൾ ചന്ദ്ര ഒന്ന് നോക്കി രേവതിയെ. സച്ചിയും അച്ഛനും അതും ചിരിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ എല്ലാമാണ് ഇവൾ. ഇവളുടെയും ഇവൻ്റെയും നല്ല ജീവിതത്തിന് വേണ്ടിയാ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അതിന് ആര് തടസ്സം നിന്നാലും ഞാൻ നടത്തും. അപ്പം സച്ചി, ക്ഷേത്രങ്ങളിലെല്ലാം ചടങ്ങ്, വീട്ടിലും ചടങ്ങ്, എപ്പോഴും ചടങ്ങ് തന്നെ, എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എണീറ്റു. എന്ന് പറഞ്ഞ് അവൻ മൂളി ഒന്ന്, എന്നിട്ട് എണീറ്റു. അതുപോലെ തന്നെ അച്ഛമ്മയും എന്ന് പറഞ്ഞ് ഒന്ന് മൂളി. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, രേവതി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പം അച്ഛമ്മ, രവി പുറത്ത് പോകുമ്പോൾ ഭാര്യയോട് ചോദിച്ചിട്ട് പോകുന്നത് കണ്ടോ? ഇപ്പം അങ്ങനെയാണമ്മേ. അച്ഛമ്മ ചിരിക്കുന്നു അത് കേട്ടിട്ട്. അച്ഛമ്മ, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ചന്ദ്രേ അപ്പോഴേക്കും ഒരു നല്ല ചായ എടുത്തിട്ട് വാ. ചന്ദ്ര, ഞാനോ? നീ തന്നെ, നീ എടുത്തിട്ട് വാ. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ ഉണ്ടാക്കിക്കൊണ്ട് തന്നില്ലേ, അതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് വാ. ചിരിച്ച് സന്തോഷത്തോടെ. അപ്പോൾ രേവതി പറയാണ്, അച്ഛമ്മേ ചായ ഞാൻ ഉണ്ടാക്കിത്തരാം. വേണ്ട മോളെ, ഇവൾ തന്നെ എടുത്തുകൊണ്ട് വരട്ടെ, നീ വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അച്ഛമ്മ പോയി. അച്ഛനും അവിടെ നിന്ന് എണീറ്റ് പോയി. എന്നിട്ട് പോകുന്ന വഴിക്ക് പറയാണ്, ചന്ദ്രേ എനിക്കും നല്ലൊരു കോഫി കിട്ടോ, കടുപ്പം ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ കാണിക്കുന്നത് അച്ഛമ്മ, അതായത് രേവതിയെ അടുത്തിരുത്തിയിട്ട് ചോദിക്കുകയാണ്, മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു മോളെ. അത്രയ്ക്ക് വിഷമായിപ്പോയി നിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ. അയ്യോ അച്ഛമ്മേ, പറയണ്ട എന്ന് കരുതിയതായിരുന്നു അച്ഛമ്മേ. എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തോ അച്ഛമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. എന്നെ സമാധാനിപ്പിക്കാൻ അച്ഛമ്മ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ കണ്ടുപോ അതുപോലെ തന്നെ അച്ഛമ്മ എന്നെ കാണുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാ ചിലപ്പോഴൊക്കെ. ഇതൊക്കെ ആരോട് പറയാനാ അച്ഛമ്മേ? നീ വിഷമിക്കാതെ മോളെ. താലി മാറ്റിക്കെട്ടുന്ന ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ശരിയാവും. ശാന്തി മുഹൂർത്തം കൂടി കഴിയുന്നതോടെ നീയും സച്ചിയും വീണ്ടും കൂടുതൽ അടുക്കും. അവനെ മോളോടുള്ള സ്നേഹം കൂടും. ഇപ്പോഴുള്ള ജീവിതമേ ആയിരിക്കില്ല പിന്നെ. അച്ഛമ്മേ, ഈ ചടങ്ങുകളൊക്കെ ഇപ്പോൾ നടത്തണോ? അമ്മ പറഞ്ഞതുപോലെ ഏട്ടൻ്റെയും ഏട്ടത്തി ശ്രുതിയുടെയും കല്യാണത്തിന് ശേഷം നടത്തിയാൽ പോരെ? കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ചടങ്ങ് നടത്താൻ ചന്ദ്ര സമ്മതിക്കില്ല. എൻ്റെ മുമ്പിൽ നല്ലവളായിട്ട് അഭിനയിക്കേയുള്ളൂ. അവളുടെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം മോളെ. നീ ഇപ്പോഴല്ലേ അവളെ കാണുന്നേ, ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? അവൾ വിചാരിച്ചത് നടക്കണം, വാശിയാ അവൾക്ക്. അതേ എൻ്റെ അടുത്ത് നടക്കില്ല. അല്ല, ചടങ്ങിന് കുറേ കാശ് ചിലവാവില്ലേ അച്ഛമ്മേ? എന്തിനാ ഇപ്പോൾ ഇത്ര ഒക്കെ കാശ് ചിലവാക്കുന്നത്? എന്ത് ചിലവ്? അത്ര ചിലവൊന്നും വരില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ അതെനിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ ചടങ്ങ്, ഞാനതങ്ങ് നടത്തും. ഞാൻ നിൻ്റെ അച്ഛമ്മയല്ല, അമ്മയാ. എനിക്കിത് നടത്തിയേ തീരൂ. അപ്പോൾ രേവതി പറയാണ്, ഞങ്ങളൊന്നും ഇല്ലാത്തവരാ അച്ഛമ്മേ. ദിവസവും പൂവിറ്റില്ലെങ്കിൽ അടുപ്പ് പുകയില്ല. എന്നാലും അച്ഛനും അമ്മയും ഞങ്ങളെ നന്നായിട്ടാണ് വളർത്തിയത്. അച്ഛമ്മ എന്നെക്കുറിച്ച് പറയാറില്ലേ, നീ മഹാലക്ഷ്മിയാണ്, ഐശ്വര്യമാണ് എന്നൊക്കെ? അതുപോലെ തന്നെയാ എൻ്റെ അച്ഛനും എന്നോട് പറയാറ്. അച്ഛമ്മ ഓരോന്നും എന്നെ സമാധാനിപ്പിക്കാനായിട്ട് പറയുമ്പോൾ എനിക്കെൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് എന്നും പറഞ്ഞ് രേവതി കരയാണ്. സങ്കടപ്പെടാതെ മോളെ, ഇവിടെ നിനക്ക് ആരും ഇല്ലെന്ന് നീ കരുതണ്ട. ആരും ഇല്ലെങ്കിലും ഞാനുണ്ട് നിനക്ക്. ഞാൻ മരിക്കുന്നതുവരെ ഞാൻ നിനക്കുണ്ടാവും. അയ്യോ അച്ഛമ്മേ, മരിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയല്ലേ അച്ഛമ്മേ എന്ന് പറഞ്ഞ് അവളുടെ കൈ അച്ഛമ്മയുടെ വായിൻ്റെ അകത്തേക്ക് വെക്കുകയാണ്. കൂടുതൽ കാലം ജീവിച്ചിരിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല മോളെ. ജീവിക്കുന്ന കാലം നീയും സച്ചിയായിട്ട് നല്ല നിലയിൽ ജീവിക്കുന്നത് കാണണം.
അതാ അച്ചമ്മയുടെ ആഗ്രഹം. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാകും നിങ്ങൾക്ക്. എന്നാലും അച്ചമ്മയുടെ കയ്യിൽ നിന്നും കുറേ കാശ് ചിലവാകും എന്നോർക്കുമ്പോൾ അച്ചമ്മയ്ക്കും ജീവിക്കണ്ടേ? എനിക്ക് ജീവിക്കാൻ എന്തിനാ മോളെ ഇത്രയും കാശ്? എനിക്ക് ഭക്ഷണത്തിനുള്ളത് വയലിലും തോട്ടത്തിലും ഒക്കെ വിളയുന്നുണ്ട്. അടുപ്പിൽ കത്തിക്കാനുള്ള വിറക് തോട്ടത്തിൽ നിന്ന് കിട്ടും. പിന്നെ കിണറ്റിൽ വെള്ളവും ഉണ്ട്. കുറച്ച് ക്യാഷ് കയ്യിലുമുണ്ട്. സന്തോഷത്തോടെ ജീവിക്കാൻ ഇത്രയൊക്കെ പോരെ? നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനുള്ളതാണ് എന്ന് തോന്നുമ്പോഴാണ് കൂടുതൽ പണം ആവശ്യമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ എത്ര കിട്ടിയാലും മതിയാവില്ല. ആഡംബരം കാണിച്ചിട്ട് ഉള്ളതെല്ലാം തീരും. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ? അതും ഇല്ല. ഉള്ള കാശ് കൊണ്ട് ആഡംബരങ്ങളൊന്നുമില്ലാതെ ഞാൻ ഈ ചടങ്ങ് നടത്തും. പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുക്കണം. രണ്ടുപേരും ഒന്നിച്ചു പോയിട്ട് വേണം എടുക്കാൻ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. നീയും സച്ചിയും നന്നായി വരും. ഇതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി രേവതിക്ക്. അതപ്പോൾ അച്ചമ്മയുടെ മാറിൽ തലയും ചായച്ചിട്ട് അവൾ മയങ്ങി. പിന്നെ കാണിക്കുന്നത് സച്ചിയും ശ്രീകാന്തും ഭക്ഷണം കഴിക്കുകയാണ് ടേബിളിൽ ഇരുന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളെ സുധി മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചി ഇടം കണ്ടിട്ട് അവനെ നോക്കിയിട്ട് എന്ന് ചോദിക്കുകയാണ്. ആ എന്നുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ നമ്മളെ സുധി പോയിട്ട് ഭക്ഷണം കഴിക്കാതെ അതിൻ്റെ അടുത്തുള്ളൊരു സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ്. രേവതി അവർക്ക് രണ്ടുപേർക്കും ഓരോന്ന് മാറി മാറി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, രേവതി എനിക്ക് കുറച്ച് വെള്ളം. സച്ചി, കുറുമക്കറി നന്നായിട്ടുണ്ട് അല്ലേടാ? സൂപ്പറായിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് പറയാണ്. ശ്രീകാന്ത് രേവതിയോട് ചോദിക്കുകയാണ്, ഏട്ടത്തി ഇതിൽ സ്പെഷ്യലായിട്ട് എന്താ ചേർത്തിട്ടുള്ളത്? ഇല്ല, അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ടതേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് പഠിച്ചതാ? അമ്മ പറഞ്ഞു തന്നെയാണോ? ബെസ്റ്റ്. നമ്മളമ്മ പറഞ്ഞു കൊടുക്കാനാ? എടാ ചുമ്മാ നാക്കിട്ടടിക്കാനല്ലാതെ അമ്മയ്ക്ക് വേറെ എന്തറിയാം? പിന്നെ സച്ചി തന്നെ ചോദിക്കുകയാണ്, രേവതിനെ ആരാ ഇത് പഠിപ്പിച്ചേ? എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാ. നന്നായിട്ടുണ്ട്. ഏടത്തി ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കാമല്ലോ. പറഞ്ഞു തരാം കേട്ടോ. എടാ റെസ്റ്റോറൻറ്റിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പാപം ഇതൊക്കെ സുധി സോഫയിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയാണ്. ഓരോ ദിവസവും ഞാനെന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഉണ്ടാക്കും. അപ്പോൾ ഹോട്ടൽ ഓണർക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. പിന്നെ സച്ചി പറയാണ്, ഒരു ദിവസം ഞാനും രേവതിയും നിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? പോകാം. ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ലല്ലോ. നമുക്കവിടെ വരെ ഒന്ന് പോകാം. 2 പേരും റെസ്റ്റോറൻറ്റിലേക്ക് വാ. എൻ്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറ. അല്ല, സ്വന്തം റെസ്റ്റോറൻറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? അതൊരു 6 മാസത്തിന് ശേഷം തുടങ്ങാമെന്ന് വെച്ച്. അന്നേരം കുറേ കാശൊക്കെ വേണ്ടേടാ? ചുരുങ്ങിയതൊരു 15 ലക്ഷമെങ്കിലും വേണ്ടി വരും. ഒരു ലോൺ സംഘടിപ്പിക്കണം. വേറെ വഴിയില്ല. അപ്പോൾ രേവതി പറയാണ്, അതൊക്കെ ശരിയാവും. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. അപ്പോൾ സച്ചി പറയാണ്, അതായത് സുധിയെ നോക്കിയിട്ട്, അച്ഛൻ റിട്ടയർഡ് ചെയ്യുമ്പോൾ കിട്ടിയ പണം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ലോൺ എടുക്കേണ്ടായിരുന്നു. അതെങ്ങനെയാ? ഒരു പെരുങ്കള്ളൻ ആ കാശ് കൊണ്ടുപോയി തുലച്ചില്ലേ? എടുത്തിട്ട് പോയവന് എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ അത് സഹിക്കാമായിരുന്നു. ഇതിപ്പോൾ ഏതോ ഒരു പെണ്ണിൻ്റെ വായി കൊണ്ടുപോയി ഇട്ടിട്ട് തുലക്കല്ലേ ചെയ്തത്. ആ 50 ലക്ഷം തിരികെ തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആയി. എന്നിട്ടൊരു 10 രൂപ പോലും ആ നാണം കെട്ടവൻ തന്നിട്ടില്ല. സുധിയെല്ലാം കേൾക്കുന്നുണ്ട് സച്ചി പറയുന്നത്. അവനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവന് അറിയാം. എന്നിട്ട് കാണുന്നില്ലേ ഒന്നും കേൾക്കാത്തത് പോലെ ഇരിക്കുന്നത്. സച്ചി കഴിക്കുന്നതിനിടയിൽ ഏന്തി വലിഞ്ഞിട്ട് പറയാണ്, ഉളുപ്പ് വേണടാ, ഉളുപ്പ്. ഏട്ടാ മതി, കഴിക്ക്. വീണ്ടും രേവതി അവിടേക്ക് വന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, മതി മതി, എനിക്ക് മതി ഏട്ടത്തി, ഇനി ഏട്ടനെ കൊടുക്ക്, ഞാനിപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോവാണ്. അവിടെ അമ്മ എത്തി. എന്നിട്ട് സുധിയോട് പറയാണ്, സുധി നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? നിനക്ക് ഓഫീസിൽ പോകണ്ടേ? ഏത് ഓഫീസിൽ പോകാൻ? ജോലി ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ. അപ്പോൾ അമ്മ, പതുക്കെ പറ, നിനക്ക് ജോലിയില്ല എന്നെന്തിനാ നീ അവരെ അറിയിക്കുന്നത്? നിനക്ക് ജോലിയില്ലെന്നറിഞ്ഞാൽ നിനക്കിവർ ഒരു വിലയും തരില്ല. മിണ്ടാതിരി. വിശക്കുന്നമ്മ. എന്നിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? നീ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ടേബിളിനരികിൽ. എന്നിട്ട് അവനെ ടേബിളിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയാണ്, രേവതി 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 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവനെ എന്താ വിളിക്കാതിരുന്നേ? അപ്പോൾ സച്ചി, എന്തിനു വിളിക്കണം? വേണമെങ്കിൽ വന്ന് കഴിക്കണം. സാറിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയാൽ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവനെ വിളിച്ചൂടെ? ഇവർക്ക് ജോലിക്ക് പോകണം. ശ്രീകാന്തിന് റെസ്റ്റോറൻറ്റിൽ പെട്ടെന്ന് പോവുകയും വേണം. സുധിക്ക് പിന്നെ ജോലിക്ക് പോകണ്ടേ? ഇവൻ വെറും കാർ ഡ്രൈവർ. സച്ചിയെ കാണിച്ചിട്ട് പറയാണ്, ഇവനിക്ക് എപ്പോൾ പോയാലെന്താ? സുധി അങ്ങനെയല്ല,
വലിയ കമ്പനിയിൽ വലിയ സ്ഥലത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാ. കൃത്യസമയത്ത് ജോലിക്ക് പോകണം. നീ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക്. ഇവന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. ആ പിന്നെ ഇവനിവിടുത്തെ കളക്ടറാണല്ലോ. ഇവൻ്റെ ഒരു സൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണല്ലോ. ചുമ്മാ ഓരോന്ന് അടിച്ചു വിടാതമ്മേ. ഇവനൊക്കെ വിശ്വസിച്ച് ഏത് മണ്ടനാണാവോ ജോലി കൊടുത്തത്. നീ ഇവിടെ ഇരിക്ക്. രേവതി, ശ്രുതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക്. രേവതി കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സച്ചി പറയാണ്, രേവതി നീ അവിടെ നിൽക്ക്, ഇവന് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവൻ്റെ പുന്നാര അമ്മ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടാ. അപ്പോൾ സച്ചി, നീ മിണ്ടാതിരിക്ക്, ഇവൻ നമ്മൾക്ക് 2 പേർക്കും കാശ് തരാനുണ്ട്. ഇവൻ നമുക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവനാ. രേവതി, നീ ഇവന് പച്ചവെള്ളം പോലും കൊടുക്കരുത്. വേണ്ട, എൻ്റെ മോന് വേണ്ടി ആരും ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ അവനും ഉണ്ടാക്കി കൊടുത്തോളാം. അമ്മേ വേണ്ട അമ്മേ, ഞാൻ പുറത്ത് നിന്ന് കഴിച്ചോളാം. ഇരിയടാ അവിടെ. ഓഫീസിൽ പോകാൻ ടൈമായില്ലേ? ആയി. സച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ തന്നെ ഇടങ്കണിട്ട് മാറി മാറി നോക്കുകയാണ്. അപ്പോൾ അമ്മ അടുക്കളയിലേക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പോൾ അടുക്കളയിൽ നിന്നും രേവതി ഫുഡ് എടുത്ത് വെക്കുകയായിരുന്നു ഒരു പ്ലേറ്റിൽ. അപ്പോൾ അത് പെട്ടെന്ന് വന്നിട്ട് അമ്മ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ പറയാണ്, അമ്മ ഇത് അദ്ദേഹത്തിനുള്ളതാണ്, ശ്രുതിക്ക് ഓഫീസിൽ പോകണ്ടേ, അവൻ കഴിക്കട്ടെ. നിൻ്റെ കാർ ഡ്രൈവർ പോയാലെന്ത് പോയില്ലേലെന്ത്. അമ്മ രേവതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഭക്ഷണവുമായി ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതി അതിൽ നിന്നും ആവശ്യത്തിന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ശ്രുതി സച്ചി അതിൽ നിന്നും ഒരു ദോശ എടുത്ത് കൊണ്ടുപോയപ്പോൾ അമ്മ പറയുകയാണ്, എടാ ഇത് ഇവന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. എങ്ങനെ കൊടുക്കും? അത് എനിക്ക് വേണ്ടി ചുട്ടതല്ലേ, ഇത് ഞാൻ തന്നെ കഴിക്കും. അത് കഴിഞ്ഞപ്പോൾ അമ്മ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്, അതായത് ശ്രുതിയും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ആഹാ ദോശയും കുറുമയും എന്ത് ടേസ്റ്റാ. ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോകാൻ വേണ്ടി പോകുമ്പോൾ അമ്മ പിടിച്ചിട്ട് വീണ്ടും അവിടെ ഇരുത്തുകയാണ്. ഇരിയടാ അവിടെ, നിനക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുതരാം. പക്ഷേ അവിടെ നിന്ന് എണീറ്റിട്ടേ ഇല്ല. എന്നിട്ട് പറയാണ് ശ്രുതി വെള്ളം കുടിക്കുന്ന സമയത്ത്, കുടിച്ചോ കുടിച്ചോ കുടിച്ചോ, ഇനി എത്ര വെള്ളം കുടിക്കാനിരിക്കുന്നു. കുടിച്ചോ, ഇനി എത്ര വെള്ളം കുടിക്കാനിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അച്ഛമ്മയാണ്. അച്ഛമ്മ പറയുന്നത്, ഞാൻ ജ്യോത്സ്യനെ പോയി കണ്ടു, അപ്പോൾ നാളേക്കാണ് ദിവസം കുറിച്ചിട്ടുള്ളത്. അച്ഛൻ, എന്തിനെന്നോ? സച്ചിയുടെയും രേവതിയുടെയും താലികെട്ടിൽ ചടങ്ങും ശാന്തി മുഹൂർത്തവും ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് നാളെ നടത്തണം. നാളെ നല്ല സമയമുണ്ട്. അതിനെന്താ, നാളെ തന്നെ നടത്താലോ. നാളെ രാവിലെ 10നും 10:30ക്കും ഇടയിലുള്ള നല്ലൊരു മുഹൂർത്തമുണ്ട്, ആ സമയത്ത് നടത്താം. രാത്രി 9 മുതൽ ശാന്തി മുഹൂർത്തത്തിനുള്ള സമയവും. അവരൊക്കെ പുറത്തിരുന്ന് പറയുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയും ഇടം കണ്ടിട്ട് നല്ലോണം ചിരിക്കുന്നുണ്ട്. നല്ല സന്തോഷമായി അവർക്ക്. അപ്പോൾ അമ്മയും മകനും ഇപ്പുറത്താണുള്ളത് ടേബിളിൽ. അപ്പോൾ അമ്മ പറയുകയാണ് ശ്രുതിയോട്, നീ കഴിക്ക്, ഞാനിപ്പോൾ വരാം. എന്താ നിങ്ങളൊന്നും പറയാത്തേ? അപ്പോൾ അച്ഛൻ, എടാ നീ ഓക്കെ അല്ലേ? അപ്പോൾ അവൻ പറയാണ്, ഞാനെന്ത് പറയാനാ, രേവതിക്ക് വേണ്ടിയിട്ട് ഈ ചടങ്ങ് നടത്തണമെന്ന് അച്ഛമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. അമ്മേ എന്തിനായിപ്പോൾ ഇതൊക്കെ നടത്തുന്നത്? എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ലേ. ചന്ദ്രേ, എന്താ നിൻ്റെ പ്രശ്നം? ഒരു നല്ല കാര്യമല്ലേ അമ്മ പറഞ്ഞത്, നീ എന്തിനാ അത് വേണ്ടാന്ന് പറയുന്നത്? അല്ല, ശ്രുതിയുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവുമല്ലേ, ഇതിനിടയിൽ വീട്ടിൽ വേറൊരു ചിലവ്, അത് അനാവശ്യ ചിലവല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ കല്യാണം നടത്തുന്നത് അനാവശ്യ ചിലവ്, അതുകൊണ്ട് അത് നടത്താതിരിക്കാൻ നോക്ക്. അവൻ്റെ കല്യാണം വേണ്ടാന്ന് വെച്ചാൽ ആ പെണ്ണ് രക്ഷപ്പെടും. ഇതൊരു പെണ്ണിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ഇത് നടന്നിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ കഥ തീരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.